ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം പേജിൻ്റെ ഓൺ പേജ് SEO, അതിൻ്റെ മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് നമ്മൾ ഹോമിൻ്റെ എഡിറ്റിൽ വന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു റാങ്ക് മാത്ത് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ്റെ SEO പ്ലഗിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ SEO ടൈറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനും നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് സ്നിപ്പറ്റ് എന്ന് പറയുന്ന ആ ഒരു അവിടെയായിരിക്കും നമ്മൾ എന്താണ് ടൈറ്റിൽ അതുപോലെ പെർമാ ലിങ്ക് ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈറ്റിൽ കൊടുക്കേണ്ടത് 55 to 65 വരെ കൊടുക്കാൻ പറ്റും. ഇവിടെ 60 ആണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. അതായത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ യൂസർക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ 60ൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. 160 ആണ് അതിൻ്റെ മാക്സിമം വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് സോഷ്യലിനകത്ത് നമ്മളിത് കൊടുത്തായിരുന്നു. അതായത് ഇനി ഈ ഒരു ലിങ്ക്, അതായത് ഒരു ഹോം പേജിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഒക്കെ എന്താണ് അതിൻ്റെ കൂടെ നമുക്ക് എന്താ ആഡ് ചെയ്ത് വരും. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് OEP ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോക്കോൾ നമ്മളുടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. സോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അതായത് ഫോക്കസ് കീവേഡ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബിഗിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിഗിനിങ്ങിൽ വന്നിട്ടില്ല. അപ്പോൾ എന്താ അത് നമ്മൾ അതായത് നമ്മളിവിടെ ഹോം പേജിൽ വീണ്ടും ചെന്നിട്ട് നമ്മളുടെ കണ്ടൻറ്റ്, അതായത് ഹോമിൽ ചെല്ലുന്നു. ഞാൻ എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു വിൻഡോയിലേക്ക് ചെല്ലും. സോ ഇതാണ് അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണം. അതായത് ഇതിനകത്ത് കണ്ടൻറ്റ് നമ്മുടെ ഫോക്കസ് കീ ഫ്രേസ് ഏതാണോ അല്ലെങ്കിൽ ഫോക്കസ് കീവേഡ് ഏതാണോ അതിലേക്ക് നമുക്ക് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കണം. അതായത് ഫോക്കസ് കീവേഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ളതാണ്. സോ എന്താണ് നമുക്ക് ഈ ഒരു കീവേഡ് എന്താ മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഇഷ്യൂ നമുക്കിവിടെ സോൾവ് ആവും. സോ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഞാനത് അപ്ഡേറ്റ് ചെയ്തു. ഞാനിവിടെ ഓൺലൈൻ എന്ന് പറയുന്നൊരു കീവേഡ് ഞാൻ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സെക്യൂർ കരിയർ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, നമ്മൾ കീവേഡ് സ്റ്റഫിങ് ആയത്. അതായത് ഒരു കീവേഡ് നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കീവേഡുകൾ നമ്മൾ ഒത്തിരി ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കീവേഡ് സ്റ്റഫിങ് ആയിട്ട് നമുക്ക് മാറും. അതായത് കീവേഡ് ഒരുപാട് ഇട്ടിട്ട് അത് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന, അതായത് വായിക്കുമ്പോൾ എന്താണ് ആ ഒരു വായിക്കുന്നതിന് ഒരു ഫ്ലോ കിട്ടണം. അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, അല്ലെങ്കിൽ SEO ഫ്രണ്ട്ലി പോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അവർ വായിക്കുമ്പോൾ അവർക്കൊരു അതിൽ നിന്നൊരു മീനിങ് കിട്ടണം. സോ അതുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ അതിൽ നിന്നൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ കീവേഡ് സ്റ്റഫിങ് ആവുകയും ചെയ്യരുത്. അവിടെ എവിടെയെല്ലാം കൊണ്ട് നമ്മൾ എന്താ കീവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. സോ നമുക്ക് എന്താ മാക്സിമം കീവേഡുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുവാൻ സാധിക്കും. ഓക്കെ, വീണ്ടും നമുക്ക് ഫോക്കസ് കീവേഡ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി കണ്ടൻറ്റ്, അതായത് ഫോക്കസ് കീവേഡ് മാക്സിമം ഈ ഒരു കണ്ടൻറ്റിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് എന്താ ചെറിയ ബ്ലോഗ് പോലെ എഴുതിയിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ SEO ഫ്രണ്ട്ലി ആകുന്ന രീതിയിലേക്ക് നമുക്ക് എന്താ ഇവിടെ നമുക്ക് കീവേഡുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് വെബ്സൈറ്റിലേക്ക് വേണ്ട കണ്ടൻസുകൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാം. മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം മാത്രം അത് നമുക്കൊരു SEO ഫ്രണ്ട്ലി ആക്കി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിലും ഉള്ളൂ ആരെങ്കിലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ടിലേക്ക് വരത്തുള്ളൂ, അല്ലെങ്കിൽ റിസൾട്ട് പേജിൽ അത് ഷോ ചെയ്ത് കാണിക്കത്തുള്ളൂ. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കീവേഡ് അനുസരിച്ച് ഈ കംപ്ലീറ്റ് കണ്ടൻസ് നമുക്ക് എന്താണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീണ്ടും നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ഒരു ഗ്രീൻ ടിക്കിലേക്ക് നമുക്ക് വരും. സോ ഇവിടെ നമ്മൾ ഇനി എന്താണ് ഇതിന് വേണ്ടി ടൈം എടുത്ത് അതിലേക്ക് നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്ത് നമുക്ക് ആ ഒരു കീവേഡ് ഇവിടെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ടോപ്പിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സ്കോർ കാണാൻ പറ്റും. അതായത് 55 ആണ് 100-ൽ നമുക്ക് ഇവിടുന്ന് സ്കോർ തന്നേക്കുന്നത്. സോ ഇത് മാക്സിമം നമുക്ക് എന്താണ് ഇതെല്ലാം ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക്, അതായത് 85, 90 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കും. ഇനി അഡീഷണൽ ആയിട്ട് വന്നേക്കുന്നത് നമുക്കിനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ H2, H3, H4, അതായത് ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4 എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളല്ല. അതായത് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഓരോ ഹെഡിങ് ആണ്. അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതൊരു ഐക്കൺ ലിസ്റ്റാണ്. തൊട്ട് താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താ ഹെഡിങ് 1 ആണിത്. തൊട്ട് താഴെ വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് എന്താണ് ഹെഡിങ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ടെക്സ്റ്റ് എഡിറ്ററാണ്, ഹെഡിങ് അല്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ ഹെഡിങ് ഇതെല്ലാം ഹെഡിങ് 4 ആണ്. അതായത് ഹെഡിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസിൻ്റെ ഹെഡിങ് ആയിട്ട് സബ്സെക്ഷൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് ഹെഡിങ് 4 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇതും ഹെഡിങ് 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് ഹെഡിങ് 2, ഹെഡിങ് 3, അതുപോലെ തന്നെ ഹെഡർ 4, ഇത്ര ഹെഡർ നമുക്ക് എന്ത് ചെയ്യണം, അത് സബ് ഹെഡിങ് കംപ്ലീറ്റ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം. അതായത് ഈ കീവേഡ് ഇതിനകത്തേക്ക് നമ്മൾ എന്താണ് പുഷ് ചെയ്താലേ ഉള്ളൂ നമുക്ക് വരത്തുള്ളൂ. സോ ആദ്യം നമ്മൾ എന്താണ് ഹെഡിങ് 2, ഹെഡിങ് 3 അതെല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് കീവേഡുകൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നന്നായിട്ട് എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് H2, H3, H4 എന്നുള്ള ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ഇതൊരു ഹെഡിങ് 2 ആണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.